ലാറാവൽ ട്യൂട്ടോറിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ലാറാവലിനെ നമ്മളെ ലോക്കൽ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതിൻ്റെ ഫോൾഡർ സ്ട്രക്ചറും കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അത് നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ചോദിക്കാം. കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിയർ ചെയ്ത് ചോദിക്കാം. ഓക്കെ, സോ നമുക്ക് ഇന്ന് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗട്ടിങ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൗട്ടിങ് എന്താണെന്നുള്ളത്. അതായത് നമ്മുടെ പ്രൊജക്റ്റിലെ ഓരോ URLസും എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ആളാണ് റൗട്ടിങ്ങിൻ്റെ ആൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരെ കോഡിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലോൺ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് റൗട്ട്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിൻ്റെ അകത്ത് കൺസോളും ഉണ്ടാകും, വെബും ഉണ്ടാകും. ഒരു ഫ്രഷ് ഡൗൺലോഡ് ലാറാവലിൻ്റെ വരുന്ന സമയത്ത് കൺസോളും വെബുമാണ് ഉണ്ടാവുക. ലാറാവലിൻ്റെ 11 വേർഷൻ്റെ അകത്ത് നമുക്ക് തൽക്കാലം കൺസോളിനെ നമുക്കിപ്പോൾ മൈൻഡ് ചെയ്യേണ്ട. നമുക്കതിന് കൺസോളിനെ പറ്റി പറയുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് പറയാം. നമുക്ക് വെബായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ /റൂട്ട്, അതായത് ഹോം റൂട്ട് അടിക്കുന്ന സമയത്ത് ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തിട്ട് അതിന് എന്താക്കുന്നത് വെൽക്കം എന്ന് പറയുന്നത് വ്യൂവിലേക്ക് കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വ്യൂവിലേക്ക് വന്നിട്ട് അവിടെ H2 പ്രിൻറ്റ് ചെയ്യാണ്. ഹലോ ലാറാവൽ എന്ന് പറയുന്ന ഒരു HTML അവിടെ പ്രിൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെയാണ് ഇവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് വേറൊന്നും ഇതിൻ്റെ അകത്ത് നമ്മളിവിടെ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് പോകുന്നത്, അതായത് ഒന്നുമില്ല, വെബ് റൗട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് പോകുന്നു, അതായത് നമ്മളുടെ ബ്ലേഡിലേക്ക്, അതായത് വ്യൂവിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഈ ലാറാവലിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പോയി വരുന്നതിൻ്റെ ഒരു വഴിയുണ്ട്. ഓക്കെ, അതായത് ഓരോരോ സാധനങ്ങൾ ഓരോ സ്ഥലത്ത് കൂടെ വന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വഴി ഡിസൈഡ് ചെയ്യുന്ന ആളാണ് ആക്ച്വലി ഈ വെബ്, അതായത് റൂട്ട്സിൻ്റെ ഫയൽസ് എന്ന് പറയുന്നത്. വെബിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ ഫയൽസ് ക്രിയേറ്റ് ചെയ്യാം. ഓരോ മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫയൽസ് ക്രിയേറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ ഒരു ഹോം ആയിട്ടുള്ള ഒരു പേജാണുള്ളത്, ഉണ്ടല്ലേ? ഹോം പേജ് ഉണ്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഹോം പേജിൻ്റെ റൗട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, വെൽക്കംത്തിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ അകത്ത് നമുക്കൊരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യണം. അതായത് ലാറാവൽ എന്ന് പറയുന്നത് ഒരു MVC ഫ്രെയിംവർക്കാണ്. MVC ഫ്രെയിംവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് MVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ വ്യൂ കൺട്രോളറാണ്. മോഡൽ വ്യൂ കൺട്രോളർ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻ്റയർ ഫ്രെയിംവർക്കിനെ 3 എണ്ണാക്കിയിട്ട് 3 സെക്ഷനാക്കി തിരിച്ചു വെച്ചിരിക്കുന്നത് മാത്രം. മോഡൽ എന്ന് പറയുന്നത് ഡാറ്റാബേസ് ഓപ്പറേഷൻസിൻ്റെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് മോഡൽ എന്ന് പറയുന്നത്. അതേപോലെ വ്യൂ എന്ന് പറയുന്നത് MVC വ്യൂ എന്ന് പറയുന്നത് നമ്മൾ HTML പേജ്, അതായത് HTML ആയിട്ടുള്ള ഈ സെക്ഷൻ്റെ സ്ഥലത്തിനെയാണ് നമ്മൾ വ്യൂ എന്ന് പറയുന്നത്. അതേപോലെ C എന്ന് പറയുന്നത് കൺട്രോളറാണ്. അപ്പോൾ ഈ കൺട്രോളർ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യൂവിലേക്ക് ഉള്ള ഡാറ്റ എത്തിക്കുന്ന, അതായത് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആക്ച്വലി കൺട്രോളർ എന്ന് പറയുന്നത്. അത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങളോട് ഏത് ഇൻ്റർവ്യൂവിൽ MVC എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഇത് തന്നെയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയാനാണെന്നുള്ളത്, അതായത് വ്യൂവിലാണ് എല്ലാ HTML സെക്ഷൻസും ഉള്ളത്. മോഡലിലാണ് ഡാറ്റാബേസിൻ്റെ ഓപ്പറേഷൻസ് കിടക്കുന്നത്. അതേപോലെ കൺട്രോളറാണ് ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ കൺട്രോളർ എന്ന് പറയുന്ന സാധനം കാണാനില്ല. അതായത് ഇപ്പോൾ നമുക്ക് കൺട്രോളറും ഇല്ല, മോഡലും ഇല്ല നമ്മുടെ അടുത്തുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ റൂട്ടിലേക്ക് വന്ന സമയത്ത് നേരെ ഇതിങ്ങനെയാണ് ഇവിടെ വർക്കായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ലാറാവലിലേക്ക് ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ മാനുവലി പോയിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യല്ല വേണ്ടത്. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ ഹെൽപ്പറും ലാറാവൽ തന്നെ തരുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് Ctrl+J അടിക്കുക. VS കോഡിൽ Ctrl+J അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഇതേപോലെ ഒരു ടെർമിനൽ ഓപ്പൺ ആവും. ഈ ടെർമിനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PHP Artisan എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം. ഓക്കെ, PHP Artisan എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PHP Artisan make controller എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് ഉണ്ട്. അതിൻ്റെ അകത്ത് കൺട്രോളർ കൊടുക്കുക, അതിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താക്കാം, ഹോം പേജ് കൺട്രോളർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം ഒരു കൺട്രോളർ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാം. ഹോം പേജ് കൺട്രോളറാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, കൺട്രോളറിൻ്റെ പേര് ഒരു കാരണവശാൽ കഴിഞ്ഞാലും സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യരുത്. ഓക്കെ, അത് ക്യാപിറ്റൽ ലെറ്ററിൽ മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ. അതേപോലെ അതിനൊരു ക്യാമൽ കേസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. ഓരോ വേർഡിനെയും നിങ്ങൾ എന്താക്കുക,
ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സ്റ്റാർട്ടിങ് അല്ലാത്ത അത് കഴിഞ്ഞിട്ടുള്ള വേർഡിനെ നിങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇതാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റർ കൊടുക്കുന്നു. എൻ്റർ കൊടുക്കുന്ന സമയത്ത് എന്തോ ഒരു എറർ ഉണ്ടല്ലോ, കൺട്രോളർ ഈസ് നോട്ട് ഡിഫൈൻഡ്. കൺട്രോളറിൻ്റെ ഒരു എല്ല് കുറഞ്ഞു പോയിട്ടുണ്ട്. ഒരു എല്ല് കുറവാണല്ലോ അവന്. കൺട്രോളറിന് ഒരു എല്ല് കുറവാണ്. കൺട്രോളർ ക്രിയേറ്റ് ആയി. ഇത് കണ്ട ഇൻഫോ കൺട്രോളർ ആപ്പിൽ HTTP കൺട്രോളേഴ്സിൽ ഹോം പേജ് കൺട്രോളർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നാണ്. അപ്പോൾ കൺട്രോളർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കൺട്രോളർ എവിടെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ആപ്പിൽ HTTPയിൽ കൺട്രോളേഴ്സിൽ വന്നിട്ടുണ്ടെന്നല്ലോ. അപ്പോൾ ആപ്പിൽ ഓപ്പൺ ചെയ്യാം, HTTPയിൽ ഓപ്പൺ ചെയ്യാം. ഇതാണല്ലേ ഹോം പേജ് കൺട്രോളർ എന്ന് പറഞ്ഞിട്ടൊരു ഇവിടെ ഒരു കൺട്രോളേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ ഹോം പേജ് കൺട്രോളർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. നോക്കിയാൽ ഇവിടെ പോയി നോക്കി കഴിഞ്ഞാൽ ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊന്നും പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി ലാർവൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവൻ്റെ പണി കഴിഞ്ഞു. ഇനി ടെർമിനലിൽ, അതായത് നമുക്കിപ്പോൾ ഒരു കൺട്രോളർ ക്രിയേറ്റ് ആയി. നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഊപ്സിൻ്റെ കൺസെപ്റ്റ്സ് കാര്യങ്ങളൊക്കെ അറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലാർവൽ പഠിക്കാൻ വരുന്നതിന് മുന്നേ എന്തായാലും നിങ്ങൾ PHP ഊപ്സും കാര്യങ്ങളും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഒക്കെ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ക്ലാസ്സും എക്സ്റ്റൻസും അതേപോലെ നെയിം സ്പേസും യൂസും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ക്ലിയർ ആക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഇത് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കൺട്രോളറിനെ വേറൊരു കൺട്രോളറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ കൺട്രോളറിൽ എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് വേണമെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ബേസ് കൺട്രോളർ ഇത് ലാർവൽ വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ബേസ് ആയിട്ടുള്ളൊരു കൺട്രോളറാണ്. ഇതൊരു അബ്സ്ട്രാക്റ്റ് കൺട്രോളറാണ്, അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആണ് ആക്ച്വലി ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മളിപ്പോഴത്തെ കേസിൽ ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഒരു ഫ്രഷ് ആയിട്ടുള്ള ലെവലിലേക്ക് വരും. ഇതിലാകെ വാലിഡേഷനും അങ്ങനത്തെ കുറച്ചുള്ള കാര്യങ്ങളാണ് വരുന്നത്. നമുക്കെല്ലാം കസ്റ്റമായിട്ട് തന്നെ ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊജക്ട്സിലേക്ക് ഈ ഒരു കൺട്രോളറിനെ ഞാൻ വെക്കാറില്ല, ഞാനത് ഡിലീറ്റ് ചെയ്യാണ്. സോ സ്വാഭാവികമായിട്ടും ഇവിടെ എറർ വരും. ഈ കൺട്രോളർ ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ എക്സ്റ്റൻഷൻ ഒഴിവാക്കി കൊടുക്കുക. വേറെ ഒന്നും നമുക്കിവിടെ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നോക്കിയാൽ കൺട്രോളേഴ്സിൽ ഹോം പേജ് കൺട്രോളർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ എഴുതാം, പബ്ലിക് ഫംഗ്ഷൻ ഹോം പേജ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹോം പേജിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ റിട്ടേൺ വ്യൂ, ഒരു വ്യൂവിനെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് നമ്മളെ വെൽക്കം എന്ന് പറയുന്ന വ്യൂവിനെയാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മളുടെ ഈ വ്യൂവിനെ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ വ്യൂ ആയിട്ട് എവിടെയുള്ള റിസോഴ്സസിൻ്റെ ഉള്ളിലെ വ്യൂസിലേക്ക് പോകും. ഈ ഫംഗ്ഷൻ നേരെ ഇവിടെ വന്നിട്ടാണ് നോക്കുക. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് വെൽക്കം എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ടോ എന്നുള്ളത്. ഡോട്ട് ബ്ലേഡ് പറയേണ്ട, ഞാനത് ടെംപ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം എങ്ങനെയാണ് എന്താണുള്ളത്. അപ്പം എല്ലാ HTML ഫയൽസിൻ്റെയും എക്സ്റ്റൻഷൻ .blade.php ആയിരിക്കണം എന്നുള്ള പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ വെൽക്കം എന്നുള്ളത് മാറ്റി നമുക്ക് എന്താക്കാം, ഒരു തൽക്കാലത്തിന് നമുക്ക് എന്താക്കാം, ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് home.blade.php തന്നെ ചെയ്യുക. അല്ലാണ്ട് home.html അല്ലെങ്കിൽ home.php ചെയ്താൽ അത് വർക്കാവില്ല. അതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഹോം എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ H1ൽ ഹോം പേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഇനി കോൾ ചെയ്യുന്ന സമയത്ത് വെൽക്കം അല്ല കോൾ ചെയ്യുന്നത്, അതിന് പകരം നമുക്ക് എന്താക്കാം, ഹോം എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഹോമിലേക്ക് കോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ റീഫ്രഷ് ചെയ്താൽ വർക്കാവുമോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളിവിടെ ജസ്റ്റ് ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ അകത്തൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് അതിനോട് വ്യൂവിലേക്ക് പോകണമെന്നുണ്ട്. നമ്മൾ ഈ കൺട്രോളറിൽ ഈ ഫംഗ്ഷൻ ഇതുവരെ വിളിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? ഈ കൺട്രോളറിലെ ഈ ഫംഗ്ഷനെ എവിടെയും വിളിച്ചിട്ടില്ലല്ലോ. അതായത് അത് മനസ്സിലാക്കുന്ന ആരാണ്? അതിനെയാണ് നമ്മൾ എന്താക്കുന്നത്, റൗട്ടിംഗ് എന്ന് പറയുന്നത്, ഈ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താക്കണം, ഇവനോട് പറയണം, നീ ഹോം പേജാണ് ആക്സസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ ആദ്യം പോയിട്ട് ഈ കൺട്രോളറിൽ പോകണം, ആ കൺട്രോളറിലെ ഈ ഫംഗ്ഷനെയാണ് നീ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് റൗട്ടിനോട് പറഞ്ഞു കൊടുക്കണം. റൗട്ടിനോട് പറഞ്ഞു കൊടുത്താലേ ഇവൻ അറിയുള്ളൂ, അല്ലാണ്ട് ഇവൻ അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താക്കുക, ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഇതിൻ്റെ ലാർവൽ വന്നിരിക്കുന്ന സമയത്തുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. ദെൻ റൗട്ട് ഇങ്ങനെ ഇത് റൗട്ട് ഗെറ്റ് റൗട്ടാണ്. ഗെറ്റ് രണ്ടെണ്ണം ഉണ്ട്, ഗെറ്റും പോസ്റ്റും ഉണ്ട്, പിന്നെ അതേപോലെ വേറെ കുറേ വെബുകളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. സോ സ്ലാഷ്, അതായത് ഇതാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താക്കുന്നത് വെച്ചാൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്നു. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് സൂം ചെയ്യാം. സൂം ചെയ്താൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടും. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഫസ്റ്റ് ആ അറേൻ്റെ ഉള്ളിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അറേൻ്റെ ഉള്ളിൽ കൺട്രോളറിൻ്റെ പേര് കൊടുക്കുക. എന്താ നമ്മൾ കൺട്രോളറിൻ്റെ പേര്? ഹോം പേജ് കൺട്രോളർ ഉണ്ടല്ലേ. അപ്പോൾ ഈ ഹോം പേജ് കൺട്രോളർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇത് വന്നിട്ടുണ്ടാവും, ഇതുണ്ടല്ലേ. ഇതിൻ്റെ നെയിം സ്പേസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ കുറച്ച് കൊല്ലം ഒരു കൊല്ലം മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അവൈലബിൾ തന്നെയാണ്. അത് ഞാനിവിടെ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുക വീഡിയോ, അതൊന്ന് കണ്ടാൽ VS കോഡിൽ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കിട്ടും. സോ അതിനുശേഷം ക്ലാസ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊടുക്കുക. ആ ക്ലാസ്സിൻ്റെ ഉള്ളിലെ എന്താണ് ഫംഗ്ഷൻ നമ്മൾ വിളിക്കേണ്ടത്, ഫംഗ്ഷൻ്റെ പേര്. അടുത്ത 2 പാരാമീറ്റേഴ്സ് ആണുള്ളത്, ഒന്ന് കൺട്രോളർ നെയിം, ഒന്ന്
ഫംഗ്ഷൻ നെയിം അല്ലേ, ഹോം പേജ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ. ഇതാണ് ലൈന്. റൗട്ട് ഗെറ്റ് ഫ്രണ്ട് സ്ലാഷ് ഹോം പേജ് കൺട്രോളറിൻ്റെ അകത്തുള്ള ഏത് കൺട്രോളറാണ് ആദ്യം അറേ റിഫൈൻ ചെയ്യുന്നത്. അറേൻ്റെ ഉള്ളിൽ 2 സാധനങ്ങളാണ്. ഒന്ന് കൺട്രോളറിൻ്റെ പേര്, രണ്ടാമത് ഫംഗ്ഷൻ്റെ പേര് അല്ലേ. വെരി 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 സിമ്പിൾ സംഭവമാണ്. നേരെ വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു സംഭവമല്ല. നോക്കിയാൽ സ്ലാഷ് റൂട്ട് വിളിക്കുന്ന സമയത്ത് ഈ കൺട്രോളറിൽ ഈ ഫംഗ്ഷനിലേക്ക് പോവുക. ബാക്കി പിന്നെ ഫംഗ്ഷനും കൺട്രോളർ കാര്യങ്ങളൊക്കെ ആര് ചെയ്തോളും, നമ്മളെ കൺട്രോളറിൻ്റെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇവന്മാർ നോക്കിക്കോളാം. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയേക്കാം. റീഫ്രഷ് ചെയ്ത് നോക്കിയേ, ഹോം പേജ് വന്നു അല്ലേ. എത്ര സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തതെന്ന് നോക്കിയേ. അതായത് റൗട്ടിലേക്ക് വന്നു, ഇവിടെ നേരെ വന്നതിന് ശേഷം ഹോം പേജ് കൺട്രോളറിലേക്ക് പോയി, ഹോം പേജ് ഇതിലേക്ക് പോയി, ഇവിടെ നേരെ ഇങ്ങോട്ടേക്ക് വന്നു, ഹോം പേജ് കൺട്രോളറിൽ വന്നു, ഹോം പേജ് ഫംഗ്ഷനിലേക്ക് വന്നു. ഇവിടെ എന്താ നോക്കുന്നത്, ഫംഗ്ഷൻ്റെ ഉള്ളിൽ വ്യൂവിനെ കോൾ ചെയ്തു. വ്യൂ എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഹോമിലേക്ക് പോകുന്നു അല്ലേ. ആ വഴി വന്ന് നോക്കിയാൽ ഈ വഴിയാണ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെക്കേണ്ടത്, മനസ്സിൽ താറാക്കി വെക്കേണ്ടത്. ഇത് എങ്ങനെ വന്ന് എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഏത് വഴി കൂടെ വന്ന് ഏത് കൂടെ പോയി എന്നുള്ളത് നോക്കിയാൽ 3 ഫയലിൽ കൂടെ കയറി ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ അത് ആക്ച്വലി ഇപ്പോൾ നമുക്ക് ഈ പേജ് കാണിച്ചിരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇത് ഇത്രയും കറങ്ങിയിട്ടാണ് വരുന്നത് എന്നുള്ളത്. പക്ഷേ ഈ വഴി നിങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് ഇതിനെ റൗട്ട്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. റൂട്ടാണ് ആക്ച്വലി ഇത് പോകുന്ന വഴികളാണ് ഇത് വരുന്നത്. അതായത് ഏത് കൂടെ സ്ഥലത്ത് കൂടെ പോയിട്ടാണ് ഇത് വന്നതെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഹോം പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് എബൌട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു പേജും കൂടി ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് നിങ്ങൾ പോയിട്ട് എന്താക്കണ്ട, വെറുതെ ഫയൽ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് PHP നോക്കണ്ട, റൗട്ടിൻ്റെ തൊട്ട് താഴെ തന്നെ പുതിയൊരു ലൈൻ എഴുതിയിട്ട് എന്താക്കുക, എബൌട്ട് അസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജും കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഹോം പേജ് കൺട്രോളറിൽ നമുക്ക് ഹോം പേജ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്കാണ് ഇപ്പോൾ ഇത് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അവിടെ എന്താക്കുന്നത്, നമുക്ക് എബൌട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് എബൌട്ട് എന്ന് പറയുന്ന ബ്ലേഡിനെ വ്യൂവിനെ വിളിക്കാം. അപ്പോൾ ആ വ്യൂവിന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താക്കാം, പുതിയൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. സ്പീഡ് പോകുന്നുണ്ട്. എന്നാലേ നിങ്ങൾ സ്പീഡ് പോകുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾ കാണുക കേട്ടോ. ഒപ്പരം ചെയ്ത് പോയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഫുള്ള് കണ്ട് തീർത്തതിന് ശേഷം പിന്നെ സമാധാനമായിട്ട് ഇരുന്നിട്ട് ചെയ്ത് പഠിക്കുക. അതായിരിക്കും നല്ലത്. അല്ലാണ്ട് നിങ്ങൾക്ക് ഒന്നും പിടുത്തം കിട്ടില്ല. അപ്പം എബൌട്ട് എന്ന് പറയുന്ന പേജ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ കണ്ടൻറ്റും ഇവിടെ മാറ്റി. ഓക്കെ, അപ്പോൾ ഹോം പേജിലേക്ക് വന്നു, എബൌട്ടിലേക്ക് വന്നു, ഇതിലേക്ക് വന്നു. നോക്കിയാൽ ഇവിടെ എന്താ, എബൌട്ട് അസ് എന്ന് പറയുന്നത് URL ആക്സസ് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മൾ URL പാർട്ട്. ഓക്കെ, URL നമ്മൾ എബൌട്ട് ആക്സസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൺട്രോളറിലെ ഹോം പേജ് കൺട്രോളറിൻ്റെ അകത്തുള്ള ഈ ഫംഗ്ഷനിലേക്ക്, അപ്പോൾ ഇവിടെ ഹോം പേജ് ആണോ, അല്ല എബൌട്ട് എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തത്, ആ ഫംഗ്ഷനിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. എബൌട്ട് അസ് എന്ന് പറഞ്ഞിട്ട് URL ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോം പേജ് കൺട്രോളറിൻ്റെ അകത്തുള്ള എബൌട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പോകണം. ഓക്കെ, ഫംഗ്ഷൻ എവിടെ, ഇതാ നടക്കുന്ന ഫംഗ്ഷൻ, പബ്ലിക് ഫംഗ്ഷൻ എബൌട്ട്. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്, റിട്ടേൺ വ്യൂ എബൌട്ട് എന്ന് പറയുന്ന വ്യൂവിലേക്ക് പോവുക. സോ ഓക്കെ, ആ വ്യൂവിലേക്ക് പോയി നോക്കുക. വ്യൂവിൽ ഇതാണ് ഇരിക്കുന്നത്. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. സോ ഇത് ഹോം പേജാണ്. ഹോം പേജിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മൾ എബൌട്ട് അസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിച്ചു നോക്കുമ്പോൾ ഉണ്ടല്ലേ, എബൌട്ട് അസ് കറക്റ്റായിട്ട് വന്നു. ഒരു കുഴപ്പമില്ല. എത്ര സിമ്പിളാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അതൊന്ന് ക്ലിയർ ആയി കിട്ടേണ്ട കാര്യമുള്ളൂ. അപ്പം ഇനി ഇതിൽ നമുക്ക് ഒരെണ്ണം കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, എന്താ പേര് കൊടുക്കുക, കോണ്ടാക്ട് നൗ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കൊടുക്കുക. ഒരു റൗട്ടും കൂടി ക്രിയേറ്റ് ചെയ്യാം. അവിടെയും നമുക്ക് എന്താക്കാം, ഹോം പേജ് കൺട്രോളറിൻ്റെ അകത്ത് നമുക്ക് ഒരു കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനെ കൂടി ക്രിയേറ്റ് ചെയ്യാം. കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫംഗ്ഷൻ്റെ പേര് ഇവിടെ ഞാൻ വിളിച്ചു കൊടുക്കുന്നു അല്ലേ. കോണ്ടാക്റ്റിനെ വിളിക്കുന്ന സമയത്ത് ഹോം പേജ് കൺട്രോളറിലെ കോണ്ടാക്റ്റ് വിളിച്ചു കൊടുക്കുന്നു. ഇവിടെ നേരെ പോകുന്നത് എങ്ങോട്ടേക്കാണോ, കോണ്ടാക്റ്റ് എന്ന് പറയുന്ന പേജിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ കോണ്ടാക്റ്റ് എന്ന് പറയുന്ന പേജ് ഉണ്ടോ, ഇല്ല. അപ്പോൾ ആ പേജ് നമ്മൾ എന്താക്കുന്നത്, ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് കൊടുത്ത് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അവിടെ നമുക്ക് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജും ക്രിയേറ്റ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് കണ്ടൻറ്റ് മാറ്റി കൊടുക്കാം. കോണ്ടാക്റ്റ് പേജ് എന്ന് പറഞ്ഞിട്ടാക്കാം. കോണ്ടാക്റ്റ് പേജിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിവിടെ വന്ന് നോക്കാം അല്ലേ. ഇപ്പോൾ കറക്റ്റായിട്ട് അത് വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കോണ്ടാക്റ്റ് പേജിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് റീഫ്രഷ് ചെയ്തിട്ട് നോക്കാം. എബൌട്ട് അസ് അല്ല നേരത്തെ കോണ്ടാക്റ്റ് അസ് നോട്ട് ഫോണ്ടോ വൈ കോണ്ടാക്റ്റ് അസ് റൗട്ട് തെറ്റിയോ, കോണ്ടാക്ട് നൗ ആണ്. ഓക്കെ ഫൈൻ. കോണ്ടാക്ട് നൗ എന്ന് പറയുന്നത് എടുക്കുന്നു അല്ലേ. കോണ്ടാക്ട് പേജ് വന്നു. നമ്മളിപ്പോൾ നേരത്തെ എടുത്ത ഏതാ, എബൌട്ട് അസ് പേജ് അല്ലേ. എബൌട്ട് അസ് എന്നിട്ട് വിളിക്കുമ്പോൾ അതും വർക്കാകുന്നുണ്ട്. നമ്മളുടെ ഹോം പേജ് എടുക്കുമ്പോൾ ഹോം പേജും വർക്കാകുന്നുണ്ട്. എല്ലാം വർക്കാകുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ഇനി നിങ്ങൾ വിചാരിക്കും ഇതേ കൺട്രോളറിന് എല്ലാത്തും യൂസ് ചെയ്യണം എന്നുള്ളത്. ഒരു ആവശ്യമില്ല. ഞാനിതാ പുതിയൊരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവിടെ ക്ലിയർ കൊടുത്തു. PHP ആർട്ടിസൺ മേക്ക്
migration, sorry, make controller about controller. ഓക്കെ, about controller എന്ന് പറഞ്ഞിട്ട് ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് കോൺടാക്റ്റും ഇല്ലേ, PHP Artisan കോൺടാക്റ്റ് കൺട്രോളർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതും ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, നേരെ എടുക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കി നോക്കാം, അതല്ലേ എബൌട്ട് കൺട്രോളറും വന്നിട്ടുണ്ട്, കോൺടാക്റ്റ് കൺട്രോളറും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഇവിടെ വിളിച്ചു കൊടുക്കണ്ടേ, ഇവിടെ പറഞ്ഞു കൊടുക്കണമല്ലോ. ഇത് ഞാൻ ഇവിടെയല്ല, നീ ഹോം പേജിലേക്കല്ല പോകേണ്ടത്, എബൌട്ടിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എബൌട്ട് കൺട്രോളറിനെ വിളിച്ചു കൊടുത്തു, ഇവിടെ കോൺടാക്റ്റ് കൺട്രോളറിനെ വിളിച്ചു കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇത്രയും ചെയ്തില്ലേ. ഇനി നമുക്കിത് വർക്കാവുമോ നോക്കി നോക്കാം. വർക്കാവുമോ ഒന്ന് ഗസ് ചെയ്തേ, വർക്കാവുമോ ഇല്ലയോ എന്നുള്ളത് ഗസ് ചെയ്യ്, വേഗം ഗസ് ചെയ്യ്. ഓക്കെ, നോക്കി നോക്കാം നമുക്ക്. എബൌട്ട് അസ് വിളിക്കുന്നു, എന്തായി എറർ വന്നു. എന്താ എറർ വായിക്കാം? കോൾ ടു അൺഡിഫൈൻഡ് മെത്തേഡ് ആപ്പ് HTTP കൺട്രോളർ എബൌട്ട് കൺട്രോളറിൽ എബൌട്ട് എന്ന് പറയുന്നതില്ല. അതായത് എബൌട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് അൺഡിഫൈൻഡ് മെത്തേഡാണ് എന്നുള്ളത്. കോൾ ടു അൺഡിഫൈൻഡ് മെത്തേഡ്, അതായത് ഇങ്ങനെ ഒരു മെത്തേഡ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. കറക്റ്റ് അല്ലേ? അതായത് എബോട്ടസ് നമ്മളിന്നിവിടെ പറയുന്നത് എബോട്ടസിൽ റൗട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് എബോട്ട് കൺട്രോളറിൻ്റെ അകത്തുള്ള എബോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്കാണ് പോകേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ കൺട്രോളർ ക്രിയേറ്റ് ചെയ്താക്കാം. ഇവിടെ ഒന്നും ഇല്ലല്ലോ, അതായത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇല്ലല്ലോ. ആ ഫംഗ്ഷൻ നമ്മളെവിടെ എഴുതിയത്? ഇതിൻ്റെ ഉള്ളിലല്ല എഴുതിയത്, ഹോം പേജ് കൺട്രോളറിൻ്റെ ഉള്ളിലാണല്ലോ നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇവനെ ഇവിടെ നേരെ കട്ട് ചെയ്തിട്ട് ഇപ്പുറം കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടാം. ഓക്കെ, ഇവിടെ കൊണ്ടുവന്നിട്ട് ഇനി ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയേക്കാം. അല്ലേ, വർക്കാന്ന് നോക്കിയാൽ ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെ ആയിരിക്കില്ല കോൺടാക്റ്റിൻ്റെയും, കോൺടാക്റ്റ് നൗ അല്ലേ. ഇൻ്റേണൽ എറർ എന്താണ്? കോൾ ടു അൺഡിഫൈൻഡ് മെത്തേഡ് കോൺടാക്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഇല്ല. കാരണം എന്താ, ഇവിടെ നേരെ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന സാധനം ഇവിടെയല്ലല്ലോ ഇടേണ്ടത്, അത് നമുക്ക് പുതിയ ക്രിയേറ്റ് ചെയ്ത കൺട്രോളറിൻ്റെ അകത്തല്ലേ ഇടേണ്ടത്. കോൺടാക്റ്റ് കൺട്രോളറിൻ്റെ അകത്ത് നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് വെക്കാം. എന്നിട്ട് നേരെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കി വെക്കാം. അല്ലേ, സാധനം വർക്കായി, ഒരു പ്രശ്നമില്ല, സംഭവം സെറ്റായിട്ട് ഒരു ഇഷ്യൂ ഇല്ലാണ്ട് സാധനം വർക്കാണ്. ഇങ്ങനെയാണ് ഈ സംഭവം. ഇതിൻ്റെ വഴി നിങ്ങൾ മനസ്സിലാക്കുക നല്ലതുപോലെ. അതായത് എങ്ങനെയാണ് ഈ സാധനം പോയി വരുന്നത്, എങ്ങനെ ഇവിടുന്ന് URL വിളിക്കുന്ന സമയത്ത് ഇത് എന്ന് പറയുന്നത് URL പാർട്ടാണ്. എന്താണോ നിങ്ങൾ URL കൊടുക്കുന്നത് അതിനെ നേരെ എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു. വേറെ ഒന്നും അതിൻ്റെ അകത്ത് ചെയ്യാനില്ല. ഓക്കെ, ഇനി ഒരു സിമ്പിളായിട്ടുള്ള സാധനം കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞു തന്നിട്ട് റൗട്ട്സിൻ്റെ സെക്ഷൻ ഇത്രയേ ഉള്ളൂ. ഇത്രയല്ല, ഇനിയുണ്ട് കുറേ സാധനങ്ങൾ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഓരോന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരാം. ഞാൻ റൗട്ട്സിലേക്ക് വരുന്ന സമയത്ത് നേരെ എന്താക്കുക, ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കാനുള്ള സംഭവം എന്ന് പറയുന്നതാണ് നെയിമിംഗ് എന്ന് പറയുന്നത്. അതായത് റിവേഴ്സ് റൗട്ടിംഗ് എന്നൊക്കെ പറയും. ഓക്കെ, റിവേഴ്സ് റൗട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോൾ നോക്കിയാൽ എബൌട്ട് എസ് പേജ് നിങ്ങളിപ്പോൾ പറഞ്ഞു, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തല്ലോ, ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അങ്ങോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് അടിക്കുക, അല്ലെങ്കിൽ പോയി URL കൊടുക്കണ്ടേ, വേണ്ട. നമുക്ക് എന്താക്കാം, ഇവിടുന്ന് ഈ ഹോം പേജിൽ നിന്ന് നമുക്ക് എന്താക്കാം, എബൌട്ടിലേക്കും കോൺടാക്റ്റിലേക്കുള്ള ഒരു ലിങ്ക് കൊടുത്ത് നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ആ ഹോം പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹോമിൻ്റെ ബ്ലീഡ് ഇതല്ലേ, ഇവിടെ നമുക്ക് എന്താക്കാം, ഒരു താഴെ ഒരു UL ഒരു LI ഇൻറ്റു മൂന്ന് മെനുവിലുള്ളത് 3 നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് എന്താക്കാം, ULൻ്റെ ഉള്ളിൽ A ഇൻറ്റു 3, അങ്ങനെയല്ല, ULൻ്റെ ഉള്ളിൽ 3 അടിച്ചിട്ട് *3. ഓക്കെ, ഫൈൻ. ഇവിടെ നമുക്ക് ഒരു ടാഗ് ആഡ് ചെയ്തിട്ട് നമുക്ക് പറയാം ഹോം പേജിലേക്ക് ഇത് പോട്ടെ. ദെൻ ടാഗ് ആഡ് ചെയ്തിട്ട് എബൌട്ടിലേക്ക് ഉള്ളൊരു മെനു, അതേപോലെ ടാഗിൽ നമുക്ക് കോൺടാക്റ്റിലേക്ക്. ഓക്കെ, ഇത്രയാണ് പേജസ് ഉള്ളത്. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കി നോക്കാം. ഇവിടെ ഉണ്ടല്ലോ, ഒരു കുഴപ്പമില്ലാണ്ട് സാധനം വന്നിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ടാഗൊന്നും കൊടുത്തില്ലല്ലോ, HRF ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, കൊടുത്താൽ മാത്രമേ അത് വർക്കാവുള്ളൂ അല്ലേ. അപ്പോൾ അത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പല യൂട്യൂബിലും പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഒരിക്കലും ആ മെത്തേഡ് ഫോളോ ചെയ്യരുത്. ലാറവലിൽ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫീച്ചറാണ് റിവേഴ്സ് റൗട്ടിങ് അല്ലെങ്കിൽ നെയിംഡ് റൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ നെയിംഡ് റൂട്ട്സിന് നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ വിളിച്ചു കൊടുക്കുക. ഈ റൗട്ടിന് നിങ്ങൾക്ക് ഒരു പേര് കൊടുക്കുക, എന്തെങ്കിലും കൊടുക്കുക. ഇനിയിപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ചക്ക എന്ന് വേണമെങ്കിൽ ചക്ക, എന്ത് വേണം നിങ്ങൾ കൊടുക്കുക. പക്ഷേ അത് യുണീക്ക് ആയിരിക്കണം ആ നെയിം. ഒരിക്കലും ഇതിന് ചക്ക കൊടുത്തിട്ട് ഇതിന് ചക്ക കൊടുക്കാൻ നിൽക്കരുത്. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ റൗട്ടിന് ഒരു പേര് കൊടുക്കുകയാണ്, വേറെ ഒന്നും അതിൻ്റെ അകത്ത് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആ നെയിം നമുക്കിപ്പോൾ എന്താക്കാം, ഇത് എന്ന് പറയുന്നത് നമ്മളെ ഹോം പേജ് അല്ലേ, അപ്പോൾ നമുക്ക് എന്താക്കാം പേര് കൊടുക്കുക ഹോം. ഓക്കെ, അതേപോലെ ഇത് നമ്മളുടെ എബൌട്ട് പേജാണ് അല്ലേ, എബൌട്ട് എന്ന് പറയുന്ന പേജാണ്. ഇനി അതേപോലെ ഇത് നെയിം, ഇതെന്ന് പറയുന്നത് കോൺടാക്റ്റാണ്.
മനസ്സിലായില്ലേ? അപ്പോൾ യുണീക്ക് ആയിരിക്കണം, നെയിം ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് വരാൻ പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഹോമിൽ എബൌട്ട് ഹോം ഇതന്നെ ആവണമെന്നോ അങ്ങനത്തെ ഒന്നുമില്ല. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ അടിച്ചു വെച്ചാൽ എന്ത് വേണമെങ്കിൽ ആവാം, ഒരു കുഴപ്പമില്ല. നെയിം കൊടുക്കുന്നത് ഇത് എക്സാക്ട്ലി മാച്ച് ആയിരിക്കണം നമ്മളെ ഫംഗ്ഷൻ നെയിമിലേക്ക്. ഇത് എന്നുള്ളത് ഈ 3 പാരാമീറ്റർ ഉണ്ട്, ഈ 3 ഐറ്റംസ്, അതായത് റൗട്ടിൻ്റെ പാർട്ട്, അതേപോലെ ഇതിൻ്റെ പോകുന്ന വഴി, ഇതിൻ്റെ നെയിം, ഇതാണ് റൗട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. റൗട്ടിംഗ് സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ബാക്കിയുള്ളതൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മളിതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. അത് നമുക്ക് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ നെയിം കൊടുത്തല്ലോ. ഈ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഈ നെയിം എന്തിനാണ് ഇനി കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നെയിം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമുക്ക് നേരത്തെ വർക്കായി ഉണ്ടായിരുന്നല്ലോ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഈ നെയിം എന്ന് പറയുന്നത് നമുക്ക് വ്യൂവിൽ നിന്നോ അല്ലെങ്കിൽ കൺട്രോളറിൽ നിന്നോ, അതായത് ഈ എൻ്റെ പ്രൊജക്റ്റിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ഈ റൗട്ടിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലറവിൽ തരുന്ന ഒരു ഫീച്ചറാണ് ആക്ച്വലി ഇത്. ഓക്കെ, അതായത് എൻ്റയർ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് ഈ റൗട്ടിനെ ആക്സസ് ചെയ്യണം. ഇപ്പോൾ ഈ എബോട്ടസ് എന്ന് പറയുന്ന ഈ റൗട്ടിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും വിളിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ചിലപ്പോൾ കൺട്രോളറിൽ നിന്ന് നിങ്ങൾക്ക് വിളിക്കേണ്ടി വരാം, ചിലപ്പോൾ നിങ്ങൾക്ക് വ്യൂവിൽ നിന്ന് വിളിക്കേണ്ടി വരാം. അപ്പോൾ അങ്ങനെ ഇതിൽ വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് നമുക്കെന്താണ്, ഈ വ്യൂവിൽ നിന്നും ഈ റൗട്ടിനെ വിളിക്കാനുള്ള നമുക്ക് വേണ്ടത്, ലിങ്ക് ക്ലിക്ക് ചെയ്യല്ലേ വേണ്ടത്. അപ്പോൾ എങ്കിൽ മാത്രമല്ല അത് വർക്കാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായി, ഹോം പേജിൻ്റെ അകത്ത് ഇതിൽ നമുക്ക് എന്താക്കാം, ഒരു റൗട്ട് ഈ ഹോം പേജിൻ്റെ എബൌട്ടിൻ്റെ നമുക്ക് ലിങ്ക് കൊടുക്കാം. അപ്പോൾ ലാറവലിൽ നിങ്ങൾ എക്കോ ചെയ്യുന്നതിന്, അതായത് നിങ്ങൾ PHP നിങ്ങളിങ്ങനെ PHP ടാഗ് ഇട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ എക്കോ എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലോ ചെയ്യുന്നത്. ഈ എക്കോ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പം ലാറവലിൽ ഇത്രയും പാർട്ട്, അതായത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു പാർട്ട് കണ്ടോ, ഈ എക്കോ വരെയുള്ള സ്പേസ്, ഇതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. നിങ്ങൾ ഒരു ഡബിൾ കേളി ബ്രാക്കറ്റ് ആദ്യം, ഈ രണ്ടാമത്തെ പാർട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡബിൾ കേളി ബ്രാക്കറ്റ് ഇങ്ങനെ, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഈ കുത്തും കോമയും ഒന്നും അതിൻ്റെ അകത്ത് അവിടെ ഒരു പ്രശ്നമാവില്ല. ഇത് ഇതിൻ്റെ ഒരു ടെംപ്ലേറ്റ് എഞ്ചിനാണ് ലാറവലിൻ്റെ. അപ്പോൾ ആ ടെംപ്ലേറ്റ് എഞ്ചിൻ പറയുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, അതായത് ഇങ്ങനെ ഉണ്ടായിരുന്ന സാധനം നോക്കിയേ, അതായത് PHP എക്കോ ഈ വേരിയബിൾ, അതായത് നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇത്രയും പാർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡബിൾ കേളി ബ്രാക്കറ്റും, ഇത്രയും പാർട്ടിന് വേണ്ടിയിട്ട് ഈ ക്ലോസിങ് ഡബിൾ കേളി ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വേരിയബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ വേരിയബിൾ ഇവിടെ പ്രിൻ്റ് ആവും, എക്കോ വർക്ക് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് അത് വർക്ക് ആകുന്നത്. പക്ഷേ നമുക്ക് തൽക്കാലം ഇപ്പോൾ വേരിയബിൾ ഇല്ല, നമുക്ക് എന്താക്കും നേരാക്കാം. അപ്പോൾ നമുക്ക് ഈ റൗട്ടിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാറവലിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ, റൗട്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഇങ്ങനെ തന്നെ നിങ്ങൾ വിളിക്കണേ, പല സ്ഥലത്തും ഇങ്ങനെ വിളിക്കുന്ന ആൾക്കാരുണ്ട്, പല യൂട്യൂബിലെ വീഡിയോയിലും വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പല ആൾക്കാരും പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം റൗട്ട് വെച്ചിട്ട് ഞാൻ എന്താ, ഈ റൗട്ടിൻ്റെ ഉള്ളിൽ കണ്ടോ ആ നെയിം ആയിരിക്കും പുള്ളി ചെയ്ത് വരുന്നത്, കണ്ടില്ലേ? എബൌട്ട് കോൺടാക്റ്റ് നെയിം എന്ന് പറയുന്നത്, കോൺടാക്റ്റ് ഹോം. അപ്പോൾ നമുക്കിവിടെ എബൌട്ടാണ് വേണ്ടത്. ഓക്കെ, ഈ എബൌട്ട് വിളിക്കുന്ന സമയത്ത് നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കിയൊക്കെ എബൌട്ടിൻ്റെ ലിങ്ക് വന്നിട്ട് ബ്ലൂ കളർ വന്നിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ എബൌട്ടസിലേക്ക് പോയി. ഓക്കെ, നമ്മളവിടെ നെയിമാണ് വിളിച്ചത്, പക്ഷേ ഇതിൻ്റെ URL നോക്കിയാൽ നമ്മൾ ആ റൗട്ടിൽ വിളിച്ച് അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്ക് എന്താക്കാം, ബാക്കിയുള്ള സാധനങ്ങൾ കൂടി കൊടുത്തു നോക്കാം. കോൺടാക്റ്റ് എടുത്ത് കൊടുക്കുന്നു. മുകളിലത്തേന് നമ്മളെന്താ കൊടുത്തിരിക്കുന്നത്, ഹോം, വെറും ഹോം എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എവിടെയാണ് മെനു ഇട്ടത്, ഇവിടെയല്ല ഇട്ടത്. അപ്പോൾ ഹോമിലേക്ക് പോകുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രശ്നമില്ല. കോൺടാക്റ്റിലേക്ക് പോകുന്നുണ്ട്, എബൌട്ടിലേക്ക് പോകുന്നുണ്ട്, എല്ലായിടത്തേക്കും ഇത് കറക്റ്റായിട്ട് പോകുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ റൗട്ട് ഇനി ഇതാണ് വർക്ക് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത്, റൗട്ടിൻ്റെ നെയിമിങ് എന്ന് പറയുന്ന സംഭവം. ഈ നെയിം എന്തിനാണ് നിങ്ങൾ വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പല യൂട്യൂബ് ചാനലിൻ്റെ അകത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വിളിക്കുന്നത്. അതായത് URL എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ വിളിക്കാം, കോൺടാക്റ്റ് നൗ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ഇതും വർക്കാവും. നോക്കിയൊക്കെ നമുക്കിത് വർക്കാവും എന്നുള്ളത്. റിഫ്രഷ് നോക്കിയേ, കണ്ടോ? അതായത് ഇങ്ങനെ വിളിച്ചാലും നിങ്ങൾക്കിത് വർക്കാവും, ഇങ്ങനെ വിളിച്ചാലും ഇത് വർക്കാവും. പക്ഷേ ഞാൻ പറയുന്നത് ഒരിക്കലും ഇങ്ങനെ വിളിക്കരുത് എന്നാണ്. അതായത് ഈ URL എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റി വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും റൗട്ടിനെ ആക്സസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ URLൻ്റെ ഈ പാട്ടെന്ന് പറയുന്നത് മേ ബി ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുഭവങ്ങൾ വന്നുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്തൊക്കെ പോകും, നമ്മൾ URL ഇവിടെ ഇങ്ങനെ എഴുതി പോകുന്ന സമയത്ത് മേ ബി ഈ പ്രൊജക്റ്റ് ഒരു SEO പ്രൊജക്റ്റിലേക്ക് പോകുന്ന ഇതിനൊരു ചാൻസസ് മാത്രമാണ് കേട്ടോ. ഈ ഒരു നമ്മൾ ഡെവലപ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പല സ്ഥലത്ത് ഈ URLനെ ഇത് വെച്ചിട്ട് ആക്സസ് ചെയ്ത് പലതരത്തിൽ ഇതിനെ വിളിച്ചെന്ന് വെച്ചോ,
അതായത് കുറേ പേജസ് ഉണ്ട്. ഇങ്ങനെ മാത്രമല്ല വിചാരിക്കുക, നിങ്ങൾ കുറേ പേജസ് ഉണ്ട്. ആ പേജസിലൊക്കെ നിങ്ങൾ ഇതിങ്ങനെ ഓരോന്നോരോന്നൊക്കെ വിളിച്ച് ഈ പേജിനൊക്കെ URL വിളിച്ച് കോൺടാക്റ്റ് നൗ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കൊടുത്തു. അതിനുശേഷം ഈ പേജിനെ പല സ്ഥലത്ത് വിളിച്ചതിന് ശേഷം നമ്മളെന്തൊക്കെ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വിളിച്ചിട്ടുണ്ടാവുക URL എന്ന് പറഞ്ഞിട്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ നേരെ ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ സപ്പോസ് ഈ പ്രൊജക്റ്റ് ഒരു SEO ടീമിന് പോവാണ്. SEO ടീമിന് പോകുന്ന സമയത്ത് അവർ പറയുകയാണ്, അയ്യോ ഇത് പറ്റില്ല കേട്ടോ, ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഇത് ഇൻഡെക്സ് ചെയ്യുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, കോൺടാക്റ്റ് നൗ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടില്ല, അതുകൊണ്ട് നിങ്ങളിത് കോൺടാക്റ്റ് അസ് എന്നാക്കണം എന്നുള്ളത്. അതായത് കോൺടാക്റ്റ് അസ് എന്നുള്ളതാണ് മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്ന SEO കീവേഡ് ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് കൊണ്ടുമ്പോൾ നിങ്ങൾ എന്താക്കണം, നേരെ ഇവിടെ വന്നിട്ട് ഈ സാധനം മാറ്റണം അല്ലേ. കോൺടാക്റ്റ് അസ് മാറ്റുന്ന സമയത്ത് ഇവിടെ കുഴപ്പമൊന്നുമില്ല, സാധനം വർക്കാവും. നിങ്ങൾക്ക് ഈ കോൺടാക്റ്റ് അസ് ഇവിടെ നിങ്ങൾക്ക് നേരെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായി കോൺടാക്റ്റ് നൗ ആയിരുന്നു, അത് കോൺടാക്റ്റ് അസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായി ഇവിടെ പേജ് വർക്കായി, പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് URL. പക്ഷേ ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് വയ്ക്കുക, നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോൺടാക്റ്റ് ഇത് ഇവിടെ ഇതല്ലേ നമ്മൾ URL വിളിച്ചത്, ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോട്ട് ഫൗണ്ട് അടിച്ചോ, കോൺടാക്റ്റ് നൗ ഇപ്പോൾ കിട്ടൂല, കണ്ടില്ലേ, കോൺടാക്റ്റ് നൗ കിട്ടൂല. ഈവൻ ഇത് കോൺടാക്റ്റ് അസ് സാധനം കറക്റ്റായിട്ട് വന്നു, നോക്കിയേ വ്യത്യാസം കണ്ടോ നിങ്ങൾ. അതായത് ഇത് വർക്കായില്ല, ഇതിവിടെ ബ്രേക്കായി, പക്ഷേ ഇതിപ്പോഴും വർക്കായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ നെയിം കൊടുക്കുന്നത് അതിനാണ്. നെയിം കൊടുത്തു കഴിഞ്ഞിട്ട് വിളിച്ചപ്പം ഇതിവിടെ ചേഞ്ച് ആയാലും നമുക്കൊരു ഒന്നുമില്ല, നേരെ എന്തായി ഇവിടെ നേരെ ഇത് വെച്ചിട്ടാണ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇത് വർക്ക് എന്ത് വേണമെങ്കിൽ മാറ്റിയാലും നമ്മൾ ഈ സാധനം വർക്കാവും. ഇതൊക്കെ ഞങ്ങൾക്കൊക്കെ പണി കിട്ടിയിട്ട് അന്ന് തീരുമാനിച്ചത് ഇത് ഇനി ഒരിക്കലും URL വെച്ചിട്ട് എഴുതൂല എന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അത് പിന്നെ നല്ലൊരു പ്രാക്ടീസും അല്ല അത് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഇത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ URL എന്ന് പറയുന്നത് എന്തിനാണ് Laravel ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ വേറെയും ചെയ്യാനുണ്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബ്ലേഡിൽ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ URL വിളിക്കരുത്, ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നോക്കി ഞാനൊരു കറക്റ്റായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇത് ഏത് സമയത്തും നിങ്ങൾക്ക് URL പാർട്ട് മേ ബി ചിലപ്പം മാറ്റം വരുത്തേണ്ട ആവശ്യം വരും. അപ്പോൾ ആ സമയത്ത് അതൊന്നും ഒരു എഫക്റ്റ് വരില്ല. നേരെ ഇതിലേക്ക് വരുന്ന സമയത്ത് റൗട്ടാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നതിൻ്റെ നെയിമാണ് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വർക്കാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളുണ്ട്, പ്രിഫിക്സ് ചെയ്യുന്നത്, അതേപോലെ ഗ്രൂപ്പ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എങ്ങനെയാണ് ഇതൊക്കെ വരുന്ന സമയത്ത്. അതായത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. പിന്നെ ഇതൊരു കണ്ടിന്യൂഷൻ ആയിട്ട് പോകുന്നതാണ്, ഓരോന്നോരോന്ന്. തൊട്ട് മുന്നത്തെ വീഡിയോ കാണുക, ഇതിലേക്ക് ആദ്യം വരുന്ന ആൾക്കാരുണ്ട്, ഇതിന് നേരെ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടിട്ട് വരിക. ആ കണ്ടിന്യൂഷനിൽ നമുക്ക് അങ്ങനെ പോകാം, ഓരോരോ കുഴപ്പമില്ലാണ്ട് കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് റൗട്ടിങ്ങിൻ്റെ മെയിനായിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി നല്ലതുപോലെ വെക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ QR കോഡും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ QR കോഡ് ഇൻകേസ് ഇടാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് നമ്മളെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വഴിയെ ഓരോന്നായിട്ട് നമുക്ക് പഠിച്ചു വരാം. ഓക്കെ, അപ്പോൾ ശരി, എന്നാൽ ബൈ.